ധീരൻ സാധാരണ സിനിമകളെക്കാളും ഓഡിയൻസിനെ കുറച്ചുകൂടെ ഇൻവോൾവ്മെന്റ് കൊടുക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് നമ്മളും ആ സിനിമയുടെ കൂടെ യാത്ര ചെയ്യുന്നു എന്നുള്ള ഒരു ഫീല് തരുന്നുണ്ട്. അത്ര വലിയ മാസ് എന്റർടൈൻമെന്റ് ആക്ഷൻ ഡ്രാമ ഫിലിമൊന്നും അല്ലെങ്കിൽ ഒരു ഡീസെന്റ് ഫാമിലി മലയാളി ഓഡിയൻസിനെ കാണാൻ പറ്റിയ സിനിമയാണ്. ഫാമിലി ഓഡിയൻസ് സിനിമയാണ്. ഫാമിലി എല്ലാവർക്കും എല്ലാവർക്കും കാണാൻ പറ്റാവുന്ന നല്ല സിനിമ. യെസ്, ഫാമിലി ഫിലിമാണ്. ഇനി നമ്മൾ കാസ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ 80s 90s ഹീറോസ്, നമ്മളെ വിൻറ്റേജ് ഹീറോസ്, വിനീതേട്ടൻ, ജഗദീഷ് സർ, അശോകൻ സർ, സുധീഷ് ഏട്ടൻ, അങ്ങനെ ഒരുപാട് പേര് വരുന്ന ഒരു കാസ്റ്റ് ഉണ്ട്. ഈ കാസ്റ്റ് നമുക്ക് ആ ഫിലിമിൽ ഒരു റീയൂണിയൻ തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒരു സുഖം നമുക്ക് തരുന്നുമുണ്ട്. ഈ ക്യാരക്ടേഴ്സിലൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് വിനീത് സാറിന്റെ അഭിനയമാണ്. നമുക്ക് കണ്ടിട്ടുള്ള വിനീത് ഡാൻസ്, ഒരു ചോക്ലേറ്റ് ബോയ്, ആ ഒരു ടൈപ്പ് അല്ല, വേറൊരു സ്പോയിലർ ആവണ്ട അല്ലേ. ലീഡ് റോളിൽ എത്തുന്നത് രാജേഷ് മാധവനാണ്. നമുക്കറിയാം ഏറെക്കുറെ സിമിലാരിറ്റീസ് പുള്ളിയുടെ ക്യാരക്ടേഴ്സിലുണ്ട്, പക്ഷെ എന്തൊക്കെയോ ഒരു വ്യത്യസ്തതയും ഉണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും അവസാനമായി പുള്ളിയെ കണ്ടത് മരണമാസിലെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ്. പിന്നെ നായികയായിട്ട് വരുന്നത് അശ്വതി മനോഹരൻ. ഇത്രയും കാസ്റ്റിന്റെ ഇടയിലും പുള്ളിക്കാരിക്ക് നല്ലൊരു റോള്, ഒരു സ്ട്രോങ് പ്രസൻസ് ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കമ്മിങ് ടു മ്യൂസിക് ചെയ്തിരിക്കുന്നത് മുജീബ് മജീദാണ്. എനിക്ക് നോട്ടബിൾ ആയി തോന്നിയൊരു കാര്യം, നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഡൗൺഫോൾ ഉണ്ടാവുമ്പോൾ അതിലൊരു സിമ്പത്തറ്റിക് മ്യൂസിക് ഇടാണ്ട് പകരം വില്ലനെ എലിവേറ്റ് ചെയ്യുക, ഒരു വില്ലനിസം കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിക്ക് ഒരു മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര നോട്ടബിൾ ആയിട്ട് തോന്നി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ അത്ര വലിയ സംഭവമൊന്നുമല്ല, നമ്മൾ കേൾക്കാത്ത കഥയല്ല, കാണാത്ത ജോണറല്ല. പക്ഷെ അതൊന്നും നമുക്കൊരു റിപ്പീറ്റേഷൻ നമ്മൾ ഫീൽ ചെയ്യിപ്പിക്കാണ്ട് അത്രയും ചിരിപ്പിച്ച് ബോറടിക്കാണ്ട് എൻഗേജ്ഡ് ആക്കി വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ദേവദ ഷാജി എന്ന ഡയറക്ടറിന്റെ കഴിവ് തന്നെയാണ്. ഈ അടുത്തിടെയൊന്നും മലയാള സിനിമയിൽ ഉണ്ടാവാത്ത ഒരു റീയൂണിയനാണ് ഈ സിനിമയിൽ സംഭവിച്ചിരിക്കുന്നത്. അത് തന്നെയാവാം ഈ സിനിമയെ നമ്മൾ എക്സൈറ്റിംഗ് ആക്കി വെക്കുന്ന ഒരു മേജർ പാർട്ട്. നമ്മൾ പണ്ട് കണ്ട മനോജ് വിജയൻ, അതേപോലെ അശോകേട്ടൻ, ജഗദീഷ്, ഇവരുടെയൊക്കെ ചില സിനിമകളുടെ റെസംബ്ലൻസ് നമുക്ക് ഈ സിനിമയിൽ ഫീൽ ചെയ്യാൻ പറ്റും. ഒരുപാട് കാസ്റ്റ്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ഫിലിം ആയതുകൊണ്ട് തന്നെ അതിന്റെ ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഫാമിലി ആയിട്ട് റിലാക്സ് ചെയ്ത് ഒരു സ്ട്രെസ് ബസ്റ്റർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഒരു ഫിലിം തന്നെയാണ്. റിപ്പീറ്റ് വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി ഉണ്ട്. നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ഫേസസ്, അതേപോലെ അത്യാവശ്യം നല്ല കോമഡി, ഒരു ചെറിയൊരു ആക്ഷൻ ഡ്രാമ, ഫാമിലി എന്റർടൈനർ തന്നെയാണ് ധീരൻ എന്ന സിനിമ. അവൻ ആരാ തനിക്കറിയോ? ധീരനക്ക് ധീരൻ. ലേറ്റസ്റ്റ് മൂവി അപ്ഡേറ്റ്സിനായി സ്റ്റേ ട്യൂൺ ടു പ്രാണ ടാക്കീസ്.